ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഡാവിഞ്ചി റിസോൾവിൻ്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരുവിധം നമ്മളെല്ലാം കവർ ചെയ്ത് പോകാൻ പോവാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീഡിയോസ് ഇവിടെ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. ഞാൻ അല്ലാതെ ഫുട്ടേജ് നോക്കി, പക്ഷേ അത് ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഓൺലൈനിൽ അത്യാവശ്യം കളർ ഗ്രേഡൊന്നും ചെയ്യാത്തതാണെന്ന് തോന്നുന്നു കുറച്ച് ഫുട്ടേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പിൾ അവിടെ ഇട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഫോൾഡറിൻ്റെ കാര്യങ്ങളൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് കാണുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പുതിയൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ നമ്മൾ പേര് കൊടുക്കുന്നു. നമ്മളിപ്പോൾ പിക്സൽ മലയാളിയിൽ നിന്ന് നമ്മൾ പേര് കൊടുക്കുന്നു. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലൊക്കേഷൻ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന സി ഡ്രൈവിൽ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഡിറ്റ് എന്ന പാനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്ലിപ്പുകൾ നമ്മൾ വലിച്ചിടാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഒരു ക്ലിപ്പ് ഇടുന്ന പാനലിൽ നിന്നും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇമ്പോർട്ട് മീഡിയ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫയൽ മാനേജർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഈ വീഡിയോസ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇവിടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ അങ്ങ് വിട്ടാൽ മതി കേട്ടോ. ഇവിടെ വിടുമ്പോൾ ഇങ്ങനൊരു സംഭവം ചോദിക്കും. ഡാവിഞ്ചി റിസോൾവ് നമ്മൾ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഫ്രെയിം റേറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടാൻ പോകുന്ന ഈ വീഡിയോയുടെ ഫ്രെയിം റേറ്റും അതിലുള്ള ഫ്രെയിം റേറ്റും രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ചോദിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ ചേഞ്ച് കൊടുക്കുക. ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസിൻ്റെയും ടൈം ലൈനിലുള്ള, അതായത് പ്രോജക്റ്റിൻ്റെയും ഫ്രെയിം റേറ്റ് സെയിം ആവും. അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. മാക്സിമം ഞാൻ ചേഞ്ചാണ് കൊടുക്കുന്നത്, കാരണം രണ്ടും ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ വർക്കിങ്ങിന് കുറച്ച് സ്മൂത്ത് ആയിരിക്കും കേട്ടോ. അത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് കൊടുക്കാതിരിക്കാം. അപ്പോൾ രണ്ടും ടൈം ലൈനും ഇതും വേറെ വേറെ ഫ്രെയിം റേറ്റ് തന്നെ ഇവിടെ സേവ് ആവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം ലൈനിൻ്റെ ഫ്രെയിം റേറ്റും ഇതും സെയിം ആവും. ഞാൻ ചേഞ്ച് ക്ലിക്ക് ചെയ്യാണ്. ചേഞ്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിവിടെ ലോഡായിട്ടുണ്ടേ. നമ്മളെ വീഡിയോ ലോഡായിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ചെറുതാക്കി വയ്ക്കുകയാണ്. നമ്മൾ ഈ ഇത്രയും വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ഓഡിയോ കൂടി വേണം. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഫ്രീ ഒരു ഓഡിയോ എടുക്കാം. നോക്കട്ടെ, ഞാൻ ഫ്രീ ഒരു ഓഡിയോ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓഡിയോ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഈ ഓഡിയോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഈ ക്ലിപ്പല്ല കട്ട് ചെയ്യാറുള്ളത്, ഓഡിയോ ആണ് ആദ്യം ഒന്ന് കട്ട് ചെയ്തിടുന്നത്. ഓഡിയോ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബീറ്റിനനുസരിച്ച് നമ്മൾ ഈ ഒരു ക്ലിപ്പുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. ആദ്യം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇവിടെ ഒരു പ്രിവ്യൂ വരും അല്ലേ. വീഡിയോയുടെ പ്രിവ്യൂ വരുന്നത് പോലെ തന്നെ ഇവിടെ ഒരു പ്രിവ്യൂ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് ഇങ്ങനെ ആദ്യം കൊണ്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ് ഓഡിയോ തുടങ്ങുന്നത്. കുറച്ച് ഭാഗം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, അത് നമുക്ക് വേണ്ട. അത് നമ്മൾ ഇവിടെ ഈ മുകൾ ഭാഗത്ത് മൗസ് ഇങ്ങനെ ഓടിച്ച് കൊണ്ടുവയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് കൊണ്ട് നമ്മളിങ്ങനെ അടുത്ത് മൗസ് കൊണ്ട് വെച്ചതിന് ശേഷം നമ്മുടെ കീബോർഡിലെ ആരോ കീ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോട്ടും താഴോട്ടുള്ള ആരോ കീ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നീക്കി കഴിഞ്ഞാൽ കറക്റ്റിന് വരും. അവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഐ പ്രസ് ചെയ്യാണ്. അതായത് ഇൻ സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് ഇൻ സെലക്ട് ചെയ്യാണ്. ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് ഇവിടെ ഇട്ട് കട്ട് ചെയ്യാം. ഔട്ട് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല. നമുക്ക് ഫുള്ള് ഓഡിയോ ഇങ്ങോട്ട് എടുത്തിടാം. ഞാനിപ്പോൾ ഓഡിയോ ഇവിടെ സൈലൻ്റ് ആക്കി ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൗസ് പോയിൻ്റ് ഓടിക്കുന്ന സമയത്തൊക്കെ ഈ ഓഡിയോയും കൂടി പ്ലേ ആവും കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ ഓഡിയോ പ്ലേ ആവും. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കേട്ടെന്ന് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഓഫ് ചെയ്തിരിക്കണം. നമ്മളിവിടെ ടൈം ലൈൻ ഇട്ടിട്ട് നമുക്ക് ഇത് ഓൺ ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് കൊണ്ടുവിടെ വരുവാണ്. ടൈം ലൈനിൽ കൊണ്ടുവന്ന് ഇങ്ങ് വിട്ടപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇത് ഫുള്ള് അങ്ങ് സൈഡിലോട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ചേർത്ത് വെച്ചിട്ട് ഇനി ആൾട്ട് ഞെക്കി പിടിച്ച് സൂം ചെയ്യുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ടൈം ലൈൻ സൂം ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ സൂം ചെയ്യാം. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് എല്ലാം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. ഏതാണ് ബെറ്റർ നമുക്ക് ആദ്യം വേണ്ടത് എന്നുള്ളത്. നമ്മൾ ഈ വെഡ്ഡിങ്ങിനൊക്കെ കിട്ടുമ്പോൾ അതിലൊക്കെ നമുക്ക് കറക്റ്റിനുള്ള ക്ലിപ്പുകൾ കിട്ടും. അതിനകത്ത് തുടക്കം മുതൽ, അതായത് പെൺകുട്ടിയുടെ ഇൻട്രോ കാണിക്കാം, അത് കഴിഞ്ഞ് ആൺകുട്ടിയുടെ ഇൻട്രോ കാണിക്കാം, ആണിൻ്റെ ഇൻട്രോ കാണിക്കാം, അത് കഴിഞ്ഞിട്ട് കപ്പിൾ എൻട്രി ചെയ്യുന്നത്, അവരുടെ കുറച്ച് ക്ലോസപ്പുകൾ, അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ടിന്യൂഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും എല്ലാം കൂടി പറക്കിയിട്ട് നമുക്കിപ്പോൾ മെയിനായിട്ട് എഡിറ്റിംഗ് പഠിക്കണം. അല്ലാതെ ഈ ക്ലിപ്പ് സെറ്റപ്പ് ആക്കുക എന്നുള്ളതല്ലല്ലോ, ഈ വീഡിയോ സെറ്റപ്പ് ആക്കുക എന്നുള്ളതല്ല, എഡിറ്റിംഗ് പഠിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്കിത് ഇതിട്ട് ചെയ്യാം.
ഇതിനകത്ത് ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്ലിപ്പ് ഞാൻ ആദ്യം എടുക്കുകയാണ് കേട്ടോ. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇവിടെ കട്ട് ചെയ്യാനായിട്ട് റെഡിയാവും. എന്നിട്ട് ഈ മൗസ് പോയിന്റ് ഉപയോഗിച്ച് പ്ലേ ചെയ്ത് നോക്കുക എവിടെ തൊട്ടാണ് നമുക്ക് വേണ്ടതെന്ന്. ഓക്കെ, ഈ ചൂണ്ടി കാണിക്കുന്ന ഇത് തൊട്ട് നമുക്ക് എടുക്കാം. ഇവിടെ ഐ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ പ്ലേ ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇതുവരെ ഞാൻ എടുക്കുകയാണ്. ഓ സെലക്ട് ചെയ്യുന്നു, അതായത് ഓ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇന്നും ഔട്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ അതിനെ ഇവിടുന്ന് സ്ക്രീനിൽ നിന്ന് വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടുവാണ്. ഒരു പക്ഷേ ഇങ്ങനെ വിടുമ്പോൾ ഇത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്ക് സ്പേസ് അടിക്കുകയാണ്. ഇത് ഇവിടെ കണ്ടോ, ഈ ഒരു സെലക്ഷൻ കണ്ടല്ലോ, ഈ V1 എന്നിരിക്കുന്ന ഈ ഒരു സെലക്ഷൻ ഓഫ് ആണെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിടുമ്പോൾ ഇത് വീഴില്ല. കണ്ടോ, ഇവിടെ കൊണ്ടുവന്ന് വിടുന്ന സമയത്ത് ഇത് വീഴില്ല, ഇങ്ങനെ വീഴാതെ അങ്ങ് പോകും. അത് ഈ ഒരു ബ്ലൂ ഓൺ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഒരു ബ്ലൂ ഉണ്ടല്ലോ, അത് ഓൺ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ഓഡിയോയുടെ കേസിലും. നമ്മളിപ്പോൾ ഇവിടെ ഓഡിയോ ക്ലിക്ക് ചെയ്യാണ്. ഓഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സെലക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിവിടെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓഡിയോ ഇങ്ങനെ വലിച്ചുകൊണ്ടൊന്ന് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അത് വരില്ല. കണ്ടല്ലോ, അത് ഇവിടെ നിന്ന് വലിച്ചാലും ഇവിടെ ഇടാൻ പറ്റില്ല. കണ്ടോ, തിരിച്ചു പോകും. കണ്ടല്ലോ, അപ്പോൾ വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെലക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെലക്ഷൻ ഓൺ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്നും ഇത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട്. അപ്പോൾ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്നിങ്ങനെ വലുതാക്കി വയ്ക്കുക. ടൈം ലൈൻ ഒന്ന് വലുതാക്കുകയാണ്. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് നമ്മുടെ മൗസിൻ്റെ വീല് സ്ക്രോൾ ചെയ്താൽ മതി, ഉരുട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് ഇത് സൂം ആയിക്കോളും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഉണ്ട് സാധനം. നിങ്ങൾ എവിടെയാണ് ഈ ഒരു പോയിൻ്റ് കണ്ടോ, ഈ ഒരു നമ്മുടെ പ്ലേ ചെയ്യുന്ന ഈ ഒരു ലൈൻ കൊണ്ട് എവിടെ വയ്ക്കുന്നു അവിടെ വച്ചിട്ടാണ് അത് സൂമിങ് നടക്കുന്നത് കേട്ടോ. ആ ഭാഗമായിരിക്കും സൂം ചെയ്ത് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ക്ലിപ്പ് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഇത് ഈ സൗണ്ട് ഇട്ടിട്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്യണം. എന്നിട്ട് ഞാൻ സംസാരിക്കാം കേട്ടോ. ഇവിടെ ഒരു ബീറ്റ് ഉണ്ട്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുക. കണ്ട, രണ്ടാമത് വേറൊരു ബീറ്റ് പോവുകയാണ്. അതായത് ഈ ക്ലിപ്പ് ഇത്രയും നമുക്ക് വേണം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഹൈലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ടീസർ പോലുള്ള വീഡിയോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു റീല് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു ഫ്രെയിം ഒരു 5 സെക്കൻഡോ 6 സെക്കൻഡിലോ തീർക്കുക. അല്ലാതെ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകരുത്. വേറെ വല്ല കേസുകളിലൊക്കെ നമുക്കങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കാം. പക്ഷേ ഈ കപ്പിൾ സീനൊക്കെ കാണിക്കുമ്പോൾ നല്ല ക്ലിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരമായിട്ട് തന്നെ നീട്ടരുത്, ബോറിംഗ് ആവും. പറ ക്ലിപ്പുകൾ മാറി മാറി വരണം. അതിനൊരു 5 സെക്കൻഡ് 4 സെക്കൻഡൊക്കെ മതി ഒരു ക്ലിപ്പ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നിന്ന് വേറൊരു മ്യൂസിക് പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടാമത് വേറൊരു ബീറ്റ് വന്ന് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്ത് വെച്ചാൽ കാണാം. ഇത് ഇവിടെ ഒരു ബീറ്റ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ സൂം ചെയ്ത് വയ്ക്കുക. സൂം ചെയ്ത് വയ്ക്കുമ്പോൾ അത് ഇവിടെ ഒരു ബീറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബീറ്റ് ഉണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ ഒരു ഭാഗം സൂം ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മൗസ് പോയിന്റ് കൊണ്ട് ഇവിടെ വയ്ക്കാം. ഓക്കെ, പ്ലേ ബാർ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് അതിനെ മൗസ് കൊണ്ട് ഈ അറ്റത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അത് വരുന്ന ഇങ്ങനെ ഞെക്കി പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ട് വയ്ക്കാം. കൺട്രോൾ Z അടിച്ച് അൺഡു ചെയ്തു. എന്നിട്ട് അൺഡു എന്ന് പറഞ്ഞാൽ അതായത് പുറകിലേക്ക് പോയി കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്, കോമഡി ആയിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് വരാനായിട്ട് കൺട്രോൾ Z അടിച്ചാൽ മതി. എന്നിട്ട് നമ്മളിവിടെ ബ്ലേഡ് കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെട്ടായിരുന്നു. ഈ ബ്ലേഡ് ക്ലിക്ക് ചെയ്യുക. അത് B പ്രസ് ചെയ്താലും മതി. ഈ ബ്ലേഡ് എടുക്കുക. ബ്ലേഡ് എടുത്തിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ അതും കട്ടാവും. എന്നിട്ട് ഈ ഒരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇത് ഇവിടെ വന്ന് ഇത് സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് പ്രസ് ചെയ്താൽ അതങ്ങ് ഡിലീറ്റായി പൊക്കോളും. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളവിടെ കട്ട് ചെയ്തു. ഇനി ഒന്ന് സൂം ഔട്ട് ചെയ്ത് വെക്കുകയാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. കണ്ടോ, അത് ആ ഒരു ബീറ്റ് അവിടെ അടുത്തൊരു ബീറ്റിലോട്ട് വരികയാണ്. അപ്പം നമ്മൾ ഇനി ഇവിടെ മറ്റൊരു ക്ലിപ്പ് കൂടി ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവർ ബീച്ചിൽ ഇരിക്കുന്നതാണ് നമ്മളിപ്പോൾ എടുത്തത്. ഈ ഒരു ബീച്ചിൽ നിൽക്കുന്നതായിട്ടോ ഇരിക്കുന്നതാണോ നിൽക്കുന്നത് അറിയില്ല. ഇതാണ് നമ്മളെടുത്ത ക്ലിപ്പ്, ഇതാണ് എടുത്തത്. ഇനി നമുക്ക് അവിടെ ഇരിക്കുന്നതല്ലേ കണ്ട. ഇനി ഇത് തന്നെ എടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് കട്ട് ചെയ്യാണ് നമ്മൾ. ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇത് ക്ലോസപ്പ് ആയിരുന്നു. ഇനി ഒരു വൈഡ് കാണിക്കാൻ പോവുകയാണ് നമ്മൾ. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാണ് ഞാൻ.
അതൊക്കെ നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു രംഗമാണ്, കൊള്ളാം കേട്ടോ. അത് നമുക്ക് കുറച്ച് മതി. ഇത്രയും ഞാൻ എടുത്തു, ഓ പ്രസ് ചെയ്യുന്നു, ഇത്രയും ഭാഗം എടുത്തു. ഇനി നമ്മളിതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് വിടുന്നു, വലിച്ച് ഇങ്ങനെ അടുപ്പിക്കുന്നു. ഈ അടുപ്പിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മാഗ്നറ്റ് ഓൺ ആണെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് വന്ന് ഇതിൽ മുട്ടി നിൽക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. സ്ലോ മോഷൻ അല്ലെങ്കിൽ നിങ്ങൾ സ്ലോ മോഷൻ ആക്കണം കേട്ടോ. സ്ലോ മോഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക. ഈ വീഡിയോ കുറച്ച് സ്ലോ ആണ്, ഇത് സ്ലോ മോഷൻ അല്ല. കണ്ടോ, ഇത് സ്ലോ മോഷൻ അല്ല. അപ്പം നമ്മൾ സ്ലോ മോഷൻ ആക്കാൻ എന്താ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയായിരുന്നു, Ctrl+R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ചേഞ്ച് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയി വരും. അതിൽ ഇവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസ് ചെയ്തുകൊണ്ട് ചേഞ്ച് സ്പീഡ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മൗസ് ഇവിടെ കൊണ്ടുവന്നത് ഈ മുകൾ ഭാഗത്തുണ്ടല്ലോ, ഇവിടെ മൗസ് കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ഇതിനെ ഒന്ന് ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്ലോ മോഷൻ ആവുന്ന കാണാം. ഇത് ഈ ഒരു ഭാഗത്ത് കാണാം. ഇതാണ് കുറച്ച് എളുപ്പം കേട്ടോ, സ്ലോ മോഷനായി വരുന്നത് കാണാൻ പറ്റും. കണ്ടല്ലോ. ഓക്കെ, ഞാനൊരു 60 വേണ്ട, ഒരു 65% നമ്മൾ സ്ലോ മോഷൻ ഇട്ടിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ സ്ലോ മോഷൻ ആക്കാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഒന്ന് ഈ ഒരു സൗണ്ട് ഇട്ടിട്ട് നമുക്കൊന്ന് പാട്ട് കേട്ടോ. അടുത്തൊരു ബീറ്റിൽ ഈ ഒരു ഫ്രെയിം കട്ട് ചെയ്യണം നമുക്ക്. ഇവിടെ ഒരു ബീറ്റ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. കണ്ടോ, അവിടെ ഒരു ബീറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് ആ ബീറ്റ് കിടക്കുന്നത്. അത് നിങ്ങൾ പ്ലേ ചെയ്ത് വീണ്ടും നോക്കുക, എന്നിട്ട് സൂം ചെയ്ത് നോക്കുക. സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവിടെ ആയിട്ടാണ് ആ ബീറ്റ്. ഇവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്, ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഈ ഒരു ബാർ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൂം ഔട്ട് ചെയ്തിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ കട്ട് ചെയ്യുക. ഇവിടെ പിടിച്ച് കട്ട് ചെയ്യരുത്. ഇവിടെ പിടിച്ച് ആക്കി കഴിഞ്ഞാൽ ഈ സ്ലോ മോഷൻ പിന്നെ മാറി വരും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഇവിടെ തന്നെ പിടിച്ച് കട്ട് ചെയ്യുക. ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ പിടിച്ച് നീക്കുന്തോറും സ്ലോ മോഷൻ ഇവിടെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അതിന് പകരമായിട്ട് ഇത് ഇവിടെ പിടിക്കാവും. ഇവിടെ പിടിച്ച് ഈ ഒരു മൗസ് പോയിന്റ് ഇങ്ങനെ ഈ ഐക്കൺ ആയ ശേഷം നിങ്ങളിങ്ങനെ പിടിച്ച് അടുപ്പിക്കുക. അപ്പോൾ ആ ഒരു ബീറ്റിൽ നമ്മൾ ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്ലോസ് വെച്ചു, ഒരു വൈഡ് വെച്ചു, അതിൻ്റെ തന്നെ ഇങ്ങനെ വേണം വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒരു വൈഡ് വെച്ചിട്ട് അതിൻ്റെ ഒരു ക്ലോസ് വയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്തോണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. അത് നിങ്ങളുടെ എഡിറ്ററിൻ്റെ പൂർണ്ണമായ ഇഷ്ടമാണ് ഈ ക്ലിപ്പ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ബാക്കി ക്ലയൻറ്റിൻ്റെ സജഷൻ പോലെ മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, നമ്മൾ ഇപ്പോൾ അവർ ബീച്ച് ഇരിക്കുന്നതിൻ്റെ ഒരു ക്ലോസ് വെച്ചായിരുന്നു, അതിൻ്റെ ഒരു വൈഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കളർ ഗ്രേഡിങ് ചെയ്യാറുണ്ട്, ലൈറ്റൊക്കെ എത്തി കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഹഗ് എടുത്ത് വയ്ക്കാം. ഹഗ് കഴിഞ്ഞിട്ട് അവർ നടന്ന് തിരിച്ച് പോകുന്നൊരു ഇതുണ്ട്. എല്ലാം കഴിഞ്ഞതേ നോർമലി ഭയങ്കര കൂളായിട്ട് പോകുന്നൊരു വീഡിയോ അല്ല ഇത്. ഓക്കെ, നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് അങ്ങനെ ഒരു വീഡിയോ ആക്കണം. ഇതിപ്പോൾ ഇല്ല, എന്തോ വലിയൊരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ജീവനും കൂടെ ഓടുന്ന കണക്കൊരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എനിവേ നമുക്ക് ഈ ഒരു ക്ലിപ്പ് എടുക്കാം. നമുക്ക് ഇതുവരെ അങ്ങ് എടുക്കാം. അപ്പോൾ ഈ തുടക്കം തൊട്ട് എടുക്കാം. തുടക്കം ഇപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല, ഓ മാത്രം പ്രസ് ചെയ്യുന്നു. അപ്പം ഇത് മൊത്തത്തിൽ ഒന്ന് സെലക്ട് ആയി. സ്റ്റാർട്ടിങ് എവിടെയാണോ അവിടെ തൊട്ടങ്ങ് വന്നോളും. ഇനി ഇതിനെ വലിച്ച് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. ഇങ്ങോട്ട് ഇടുന്നു, പിടിച്ച് നമ്മളൊന്ന് അടുപ്പിച്ച് വയ്ക്കുന്നു. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ ഒന്ന് സ്പീഡ് കൂടിപ്പോയി. അപ്പോൾ നമ്മൾ സൗണ്ട് ഒന്ന് കുറയ്ക്കട്ടെ. അതായത് ഇവിടെ ഇപ്പം നോക്കിക്കോ, കിസ് ചെയ്തു, എന്നിട്ട് ഇത് ഈ ഒരു വരുന്ന ഭാഗത്ത്, അതായത് കിസ് ചെയ്തിട്ട് കയ്യിൽ കിസ് ചെയ്തതിനു ശേഷം ഇങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടോ, ഇവിടെ നമുക്ക് ഒരു സ്ലോ മോഷൻ കൊടുക്കാം. അതെങ്ങനെ കൊടുക്കാം? രണ്ട് രീതിയുണ്ട്. സിമ്പിളായിട്ട്
അമച്ചറായിട്ട്, അതായത് നിങ്ങൾക്ക് വലിയ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഈ ഒരു ഹഗ് വരുന്ന ഈ ഭാഗത്ത് കൊണ്ടുവന്ന് മൗസ് ഇവിടെ കൊണ്ടുവന്ന് പോയിന്റ് ചെയ്യുക. ഇവിടെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഇതിനെ കട്ട് ചെയ്തിട്ട് ബാക്കി സ്ലോ മോഷൻ ആക്കിയാൽ മതി. സിമ്പിൾ പരിപാടിയല്ലേ. അതായത് ഇപ്പോൾ കട്ട് ചെയ്തു, 2 ക്ലിപ്പായി. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇവിടെ എത്തിയപ്പോൾ വേറെ ക്ലിപ്പായി. ഇനി ഇതിനെ, ഈ ഒരു ക്ലിപ്പിനെ സ്ലോ മോഷൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ സ്ലോ ആവും. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത് Ctrl+R പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ച് നീട്ടുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടുന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. കണ്ടോ, അവിടെ നിന്ന് സ്ലോ മോഷനായി. ഈ ജെറ്റിങ് മാറ്റാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിൻ്റെ ഫ്രെയിം റേറ്റ് ഇത് കുറവാണ്. ഇത് 29 ഫ്രെയിം റേറ്റോ എന്തോ ഉള്ളൂ. ഈ ഒരു ക്ലിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അറിയാം. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇത്, അതായത് 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ലോ മോഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ജെർക്കിങ് വരും. അത് മാറ്റാനുള്ളൊരു വഴിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് സ്ലോ മോഷൻ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അല്ലാതെ വേറൊരു വഴിയുണ്ട്. ഞാൻ അൺഡു ചെയ്യാണ്, Ctrl+Z പ്രസ് ചെയ്ത് ബാക്കിലോട്ട് വരികയാണ്. കട്ടെല്ലാം മാറ്റി എന്നിട്ട് നമ്മളിവിടെ പ്ലേ ചെയ്യാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്നാണ് സ്ലോ മോഷൻ വേണ്ടത്. ഇവിടെ നിന്ന് സ്ലോ മോഷൻ വേണമെങ്കിൽ മൗസ് അവിടെ ഈ ഒരു പോയിന്റ് അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് വരിക. ഈ ഒരു ഭാഗം, അതായത് ഇത് ഓഫ് ആണെങ്കിൽ ഇവിടെ ഇൻസ്പെക്ടർ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ സ്പീഡ് ചേഞ്ച് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു സാധനം സ്പീഡ് ചേഞ്ച്, അതിൽ നമ്മളിപ്പോൾ എവിടെ നിന്നാണോ സ്പീഡ് ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ മൗസ് പോയിന്റ് ആദ്യം കൊണ്ട് വയ്ക്കുക. നമുക്ക് വേണ്ടത് ഇവിടെ നിന്നാണ് സ്ലോ മോഷൻ ആകേണ്ടത്. ഇവിടെ നിന്നാണ് സ്ലോ മോഷൻ ആകേണ്ടത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു പോയിന്റിലോട്ട് വെച്ചിട്ട് ആദ്യം നമ്മൾ ഈ സ്പീഡ് ചേഞ്ച് എന്ന് പറയുന്നതിൻ്റെ ഇവിടെ ഒരു പോയിന്റ് കണ്ടോ, ഒരു കീ ഉണ്ട്, ഒരു കീ ആഡ് ചെയ്യുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു കീ ആഡായി, മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 ഓൾറെഡി ഇവിടെ 100 ആയിട്ട് കിടപ്പുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട്, ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് സ്ലോ മോഷൻ വേണം. അപ്പോൾ എന്നിട്ട് വീണ്ടും ഒരു കീ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സ്പീഡ് ചേഞ്ച് ചെയ്യുക. ഒന്ന് ഇവിടെ പിടിച്ച് ഇങ്ങനെ നീക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കോളത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാലും മൗസ് നീക്കി പിടിച്ച് ഇങ്ങോട്ട് നീക്കിയാൽ മതി. അപ്പോൾ സ്പീഡ് ചേഞ്ച് ആവും. ഞാൻ ഒരുപാട് സ്പീഡ് ചേഞ്ച് ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫ്രെയിം റേറ്റ് ഇത്തിരി കുറവാണ്. വേണ്ടേ 30 ഫ്രെയിം പെർ സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ലോ മോഷൻ ആയിക്കഴിഞ്ഞാൽ ജെർക്കിങ് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒരു 55 ഇട്ട് കാണിച്ചു തരാം. ഒന്ന് കണ്ടോളൂ, ഒന്ന് നോക്കിക്കോളൂ. കണ്ടോ, അവിടെ ജെർക്കിങ് വന്നുണ്ടോ? പക്ഷേ സ്ലോ മോഷൻ കറക്റ്റ് വർക്കിംഗ് ആണ്. അത് ഇത് കട്ട് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണത്. ഇത് മറ്റേതിൽ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതിലാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പോയിന്റ് 100 കൊണ്ടിവിടെ സെലക്ട് ചെയ്തല്ലോ, എന്നിട്ടല്ലേ 55 വേറൊരു പോയിന്റ് വെച്ചത്. അപ്പം ഈ 100ൽ നിന്നും 55 വരാനായിട്ടുള്ള സമയം ഈ 100ൽ നിന്നും പതുക്കെ 55 വന്നിട്ട് സ്ലോ മോഷൻ ആവും, മനസ്സിലായോ? മറ്റേത് സഡനായിട്ട് സ്ലോ മോഷനിലോട്ട് മാറും. ഇത് 100ൽ നിന്നും പതുക്കെ 55 വന്നിട്ട് ബാക്കിയെല്ലാം സ്ലോ മോഷൻ 55 കീപ്പ് ചെയ്യും. മനസ്സിലായല്ലോ പറഞ്ഞത്? മറ്റേതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ടാണ് ഒന്ന് സ്ലോ മോഷൻ. അപ്പോൾ ഇതുവരെ 100 വന്നിട്ട് ഒറ്റ അടിക്ക് 55 മാറി സ്ലോ മോഷൻ ആവും. രണ്ടും കാണാൻ ഏകദേശമൊക്കെ ഒരു കണക്കാണെങ്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിം റേറ്റ് ഇത്തിരി കുറഞ്ഞ ക്ലിപ്പുകളിൽ നിങ്ങളിപ്പോൾ സ്ലോ മോഷൻ കിട്ടും. നോക്കുക, ഈ ഹഗ് ചെയ്യുന്ന സമയത്ത് ജെർക്കിങ് വരുന്നുണ്ടോ? ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല, ഈ ഫ്രെയിം റേറ്റ് കുറവായതുകൊണ്ടാണ് ആ ജെർക്കിങ് വരുന്നത്. നോക്കിയോ, കണ്ടോ? ആ ജെർക്കിങ് ഒഴിവാക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടി ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പം കുറച്ചുകൂടി നിങ്ങൾക്ക് ജെർക്കിങ് മനസ്സിലാവും. നോക്കിയോ, ഞാനിവിടെ ഒരു 44 കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയോ, കണ്ടോ? നല്ല ജെർക്കിങ് ഉണ്ട്. ഇത് ഒഴിവാക്കാനൊരു കിട്ടില്ല വഴിയുണ്ട്. അതിനായിട്ട് നമ്മുടെ ഈ ഒരു വിൻഡോയിൽ തന്നെ തൊട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അവിടെ റീടൈം ആൻഡ് സ്കെയിലിംഗ് എന്നൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതിൽ റീടൈം പ്രോസസ് എന്നൊരു ഓപ്ഷൻ ആദ്യം കണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്രോജക്റ്റ് സെറ്റിങ്സിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒപ്റ്റിക്കൽ ഫ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ചേഞ്ച് വന്നു. ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ശ്രദ്ധിച്ചായിരുന്നോ? അതായത് ഒരു ഇല്യൂഷൻ പോലൊരു ഫീൽ തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. മനസ്സിലായല്ലോ? കണ്ടോ? ഇനി നമുക്ക് ഓടിയിട്ടൊന്ന് പ്ലേ ചെയ്തിട്ട് അടുത്തൊരു കട്ട് കൊടുക്കാം. എവിടെയാണ് ബീറ്റ് നോക്കിയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. അവിടെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ നീട്ടാം, എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യാം. അവിടെ വേണമെങ്കിലും കട്ട് ചെയ്ത് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ട് ഇവിടെ തന്നെ അങ്ങ് വീഡിയോ നിർത്താം. അപ്പം ഇവിടെ നിന്ന് മറ്റൊരു ക്ലിപ്പ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് കൊണ്ടുവരാം. ഇതിനിങ്ങനെ പതുക്കെ ഇങ്ങനെ വലിച്ച് നീട്ടി ഇവിടെ വരെ കൊണ്ടുവയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കൺട്രോൾ എസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം എന്തെങ്കിലും എററായിട്ട് പെട്ടെന്ന് ഇത് സ്റ്റക്കായി അങ്ങ് കട്ടായി പോയി ഇത്രയും നേരം ചെയ്തതെല്ലാം പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇത് തന്നെ സേവ് ആവും. ഒരു പക്ഷേ നമ്മൾ അറിയാതെ ഇത് ഇൻഡു ചെയ്ത് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്താൽ പോലും സേവ് ചെയ്തതിന് ശേഷമേ ഇത് ക്ലോസ് ആവും കേട്ടോ. അതുകൊണ്ട് അത് പേടിക്കേണ്ട. എന്നാലും നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൺട്രോൾ എസ് ഒന്ന് പ്രസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് കൺട്രോൾ എസ് ഇങ്ങനെ ചുമ്മാ ഒന്ന് പ്രസ് ചെയ്യുക, അതങ്ങനെ സേവ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും ചെയ്തു വെച്ചു. ഇനി അടുത്തൊരു ക്ലിപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവരുടെ തന്നെ വേറെ ഈ ബിക്കിനി ഡ്രസ്സിലൊക്കെ ഉള്ള ഫുട്ടേജും ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 2 ക്ലിപ്പുണ്ട്. ഒന്ന് ഇവരിങ്ങനെ നടന്നു പോകുന്ന ഫ്രണ്ട് പോർഷനും, രണ്ടാമത് തിരിച്ച് നടന്നു പോകണം. അത് കൊള്ളത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെടുക്കാം. ഇതെടുത്ത് അവസാനിപ്പിക്കാം വീഡിയോ. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, കൊണ്ടുവന്ന് പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഇവർ സൈഡ് നോക്കി പോകുന്നത് കൊള്ളാം അല്ലേ? അവൻ്റെ ഫേസിലോട്ട് നോക്കാതെ ഇവർ രണ്ടിനും കൂടി സൈഡിലോട്ട് നോക്കി പോകുന്നത് കൊള്ളാം. അവിടെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്, ഐ പ്രസ് ചെയ്യുന്നു, ഇൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവരിങ്ങനെ ഫ്രെയിം കഴിഞ്ഞ് പോയി. ഞാനിവിടെ ഓ പ്രസ് ചെയ്യുന്നു. ഇനി പതുക്കെ അവനെ ഇങ്ങ് വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ അങ്ങിടാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എഫക്റ്റ് കൂടെ കൊടുത്ത് ഇതിനെ ഒന്ന് കവർ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഈ ഒരു വീഡിയോ അവിടെ നിന്ന് തുടങ്ങിയാൽ മതി, അതാണ് കുറച്ചൊരു ബെറ്റർ. അപ്പോൾ ഇതിനെ വലിച്ചിങ്ങനെ വയ്ക്കുന്നു. എന്നിട്ട് ഈ ക്ലിപ്പിനെ കുറച്ചുകൂടെ നീട്ടി നോക്കാം, ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഉണ്ട്, ക്ലിപ്പ് കുറച്ചുകൂടി ഉണ്ട്. അതുകൊണ്ട് അത് നീട്ടി അവിടെ വെച്ചു. ഓക്കെ, അവിടെ നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. അതിനായിട്ട് ഇതിനെ കുറച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് സ്ലോ ആയി കൊടുക്കാം. കൺട്രോൾ 6 പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനിങ്ങനെ വലിച്ചിങ്ങനെ പതുക്കെ നീട്ടി കൊടുക്കുന്നു. നമുക്കൊരു 75 മതി, അല്ലെങ്കിൽ ഒരുപാട് ജെർക്കിങ് വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ മതി. നമ്മളിവിടെ നിർത്തുന്നു. നിർത്തിയിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ കട്ട് ചെയ്യുന്നു, സെലക്ഷൻ ടൂൾ എടുക്കുന്നു, ഇത് സെലക്ട് ചെയ്യുന്നു, ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ക്ലിപ്പാണ്. ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ക്ലിപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി കാണും. ഞാൻ ആദ്യം ഇങ്ങനെ പറക്കി അടുക്കി എല്ലാം ചെയ്യും, എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേണമെങ്കിൽ കളർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എഫക്റ്റ് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് കളറിങ്ങിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഇനി ഇതിൻ്റെ എഫക്റ്റൊക്കെ ഇട്ട് ഇതിൽ കുറച്ച് കട്ടിങ്ങൊക്കെ കൊടുത്ത് ഇതിനൊന്ന് സ്മൂത്താക്കി കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, നമുക്കൊന്ന് ആദ്യം പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്ത് കേട്ടോ. ആ ശീലമായിപ്പോൾ എനിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തു. ഇനി ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നീട്ടിക്കൊണ്ട് പോകാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് പോകാം, നല്ല രസമാണ്. ഇനി നമുക്ക് ഇതിനകത്ത് എഫക്റ്റുകളിട്ട് അതൊന്ന് പഠിക്കാം. അതിൻ്റെ കൂടെ വേറൊരു കട്ടിങ് എഫക്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കത് കാണിച്ചു തരാം.
അപ്പം നമ്മൾ ഇതൊന്ന് ആദ്യം സൈലൻ്റ് ആക്കുകയാണ് ഇനി. എന്നിട്ട് നമ്മളിനി എഫക്റ്റ് പാനൽ ഈ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്റ്റ് പാനലുണ്ട്. ഈ എഫക്റ്റ് പാനലിൽ വീഡിയോ ട്രാൻസിഷൻസിൽ നമ്മൾ കുറേ എഫക്റ്റുകൾ നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഇങ്ങനെ കുറേ എഫക്റ്റുകളുണ്ട്. അതിൽ ഇത് ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ അഡിറ്റീവ് ഡിസോൾവ് എന്ന് പറഞ്ഞാൽ ഡിസോൾവുകളാണ് കൂടുതലും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത്. എല്ലാവരും ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ് കൂടുതലായിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഇതങ്ങ് നമ്മൾ എടുക്കുക. നമുക്ക് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നമ്മുടെ പാട്ടെന്ന് പറയുന്നത് ഒത്തിരി സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ നോർമലി പോകുന്ന രീതിയിലുള്ള കട്ടിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ ക്രോസ് ഡിസോൾവ് ഉണ്ട്, അല്ലാതെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ ക്രോസ് ഡിസോൾവ് എടുത്ത് ഇവിടെ ചോണ്ട് വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ഇടുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഇങ്ങനെ മാഞ്ഞങ്ങ് പോകുന്നതാണ്, കണ്ടല്ലോ. ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ക്രോസ് ഡിസോൾവ് നമുക്ക് വലുതാക്കാം, എഫക്റ്റിൻ്റെ നീളം കൂട്ടാം. അതായത് അപ്പം നീളം കൂട്ടും തോറും പതുക്കെ ഇത് പോകും. നോക്കിയോ, ഞാൻ ഇവിടെ വെച്ചിട്ട് പ്ലേ ആണ്, കണ്ടോ, പതുക്കെ അങ്ങ് പോയി അല്ലേ. വേറെ ഒരുപാട് എഫക്റ്റുകളുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് അല്ലാതെ ഇവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇതെന്താണെന്ന് മനസ്സിലായാലും നമ്മൾ സ്പീഡ് ചേഞ്ച് ചെയ്തതാണ്, അതായത് സ്ലോ മോഷൻ ആക്കിയതാണ്. ഇതങ്ങ് ഇവിടെ കട്ട് ചെയ്യുക. എന്നിട്ട് അടുത്തൊരു ക്ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സൂം ചെയ്ത് വെച്ച് തരാം. എന്നിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇരുട്ടിലോട്ട് ഇങ്ങനെ അണഞ്ഞു പോയിട്ട് ഇരുട്ടിൽ നിന്നും പിന്നെയും കയറി വരുന്നൊരു എഫക്റ്റാണ് വേണ്ടെങ്കിൽ അതിവിടെ ഉണ്ട്, ഓൾറെഡി ആ സാധനം ഇവിടെ ഉണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഡിപ് ടു കളർ ഡിസോൾവ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇട്ട് കൊടുത്താലും അങ്ങനെ ഒരു എഫക്റ്റ് വരും. ഇത് നോർമലായിട്ട് നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു ക്ലിപ്പിൻ്റെ സൈഡിൽ വരുമ്പോൾ ഒരു പോയിന്റ് കണ്ടോ അവിടെ വരുന്നത്, കണ്ടോ, ഒരു പോയിന്റ് പറഞ്ഞ കണ്ടോ. ആ പോയിന്റിൽ ഒന്ന് മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു 2 ആരോ വരും. അത് കഴിഞ്ഞിട്ട് അതിനെ ഞെക്കി പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുട്ട് വരണ കാണാൻ പറ്റും. കണ്ടല്ലോ, ഇരുട്ടായി. അത് കണക്ക് ആ ക്ലിപ്പിലും ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇരുട്ടാവും. ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഈ ഒരു ഡിസോൾവ് ഡിപ്പ് എന്ന് പറഞ്ഞാൽ ആ സാധനം വലിച്ചും കിട്ടുകൊടുത്താലും മതി, ഇങ്ങനെയും പക്ഷെ ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, കണ്ടോ. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വേറൊരു എഫക്റ്റാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ കൊണ്ട് വയ്ക്കുക. അതായത് ഈ രണ്ടാമത്തെ ഫ്രെയിം ഇതിൽ നിന്നും ഇതിലോട്ട് മാറുന്നതാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ കൊണ്ട് നമ്മൾ വയ്ക്കുക. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ട് വെച്ചതിന് ശേഷം നമ്മളിവിടെ ഫയൽസിൽ വരിക. ഫയൽസിൽ വന്നിട്ട് താഴോട്ട് വരുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇവിടെ കറണ്ട് ഫ്രെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, കറണ്ട് ഫ്രെയിം ആ സ്റ്റിൽ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോയിലോട്ട് വരും. എവിടെയെങ്കിലും സേവ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ അങ്ങ് ചുമ്മാ അങ്ങ് സേവ് കൊടുക്കുകയാണ്. അവിടെ എക്സ്പോർട്ട് കൊടുത്തു, അത് സേവായി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പ് എടുക്കുക. ഫോട്ടോഷോപ്പ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഒരു ക്ലിപ്പ് അവിടെ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ക്ലിപ്പ് ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയിട്ട്, അതായത് ആ ഒരു ഇമേജ് ഇത് ഇവിടെ കിടപ്പുണ്ട്, അതിങ്ങനെ വലിച്ചുകൊണ്ട് വന്ന് ഫോട്ടോഷോപ്പിൽ ഇടുകയാണ്. ഫോട്ടോഷോപ്പിലിട്ടു, കണ്ടല്ലോ. ഇനി നമ്മൾ ഇവരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ നമ്മുടെ കയ്യിൽ ക്വിക്ക് സെലക്ഷൻ ടൂളുണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക. അതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഓക്കെ, ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് നല്ല രീതിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സൂം ചെയ്ത് നോക്കുക. ആൾട്ട് ഞെക്കി പിടിച്ച് സ്ക്രോൾ ചെയ്താൽ മതി, അപ്പം സൂം ആവും. എന്നിട്ട് ഇവിടെയും കൂടി കുറച്ച് ഇങ്ങനെ വരാനുണ്ട്, അതോടെ നമ്മൾ ആഡ് ചെയ്യാണ്. മൗസ് ഞെക്കി ആഡ് ചെയ്തു. ഓക്കെ, നമ്മൾ ഈ ഹെയർ ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് ഈ ഹെയർ ഒന്നും വേണ്ട. അതിനായിട്ട് നമ്മൾ ഇവിടെ ആൾട്ടിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് മാറും, കണ്ടോ, പ്ലസ് മാറി മൈനസ് ആവും. മൈനസ് ആയതിന് ശേഷം ഇങ്ങനെ അടിച്ചു കൊടുത്താൽ ആ സെലക്ഷനും പോയി. എന്നിട്ട് സൂം ഔട്ട് ചെയ്ത് വയ്ക്കുകയാണ്. എന്നിട്ട് നിങ്ങളിവിടെ സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ മുകളിൽ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. മാസ്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഔട്ട്പുട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഞാൻ മാറ്റി വെച്ച് തരാം. അതിൻ്റെ ഇവിടെ താഴെ വന്നാൽ ഇവിടെ ഔട്ട്പുട്ട് ടു എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അതിൽ ഇവിടെ ലെയർ മാസ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ,
ഇവിടെ ലെയർ മാസ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വലുതാക്കി വയ്ക്കാം. ഓക്കെ, ഇങ്ങനെ മാസ്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. ഇനി നമ്മൾ ഇവിടെ നമുക്കിത് ഇവിടെ ഇതും കൂടി പോയോടെ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇത് ഇവിടെയും കൂടി പോയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ മാസ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തിട്ട് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ അത് തിരിച്ചു വന്നോളും. ഓക്കെ, കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തു. എന്നിട്ട് സേവ് ചെയ്യാണ്. Ctrl+Shift+S അടിച്ച് സേവ് ചെയ്യാൻ നേരത്ത് സേവ് ആസ് എ കോപ്പി എന്ന് കൊടുത്തിട്ട് ദേ ഇവിടെ PNG ഫയലായിട്ട് ഡെസ്ക്ടോപ്പിൽ തന്നെ നമ്മൾ ഒന്ന് സേവ് ചെയ്യാണ്. ഓക്കെ, ലാർജ് ഫയലായിട്ട് സേവ് ചെയ്തു. ഇത് നമ്മൾ വീണ്ടും നമ്മുടെ ഡാവിഞ്ചിയിലോട്ട് വന്നിട്ടുണ്ട്. ഡാവിഞ്ചിയിൽ വന്നതിന് ശേഷം നമ്മളിവിടെ അതെവിടെയാണോ സേവ് ചെയ്തത് അതിൽ പോകാൻ പോവാണ്. ഡെസ്ക്ടോപ്പിൽ ഇതാ എടുക്കാം നമ്മളെ ഒരു സാധനം. അതിനെ പതുക്കെ ഇങ്ങ് പൊക്കിക്കൊണ്ട് വന്ന് ഒന്നീ ടൈം ലൈനിൽ ഇവിടെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മീഡിയ പൂൾ ആക്കിയതിന് ശേഷം ഇതിനെ പോയി പൊക്കിക്കൊണ്ട് വന്ന് ഇവിടെ അങ്ങ് ഇടുക. ഇവിടെ ആ സാധനം വന്നിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. അതിനെ പതുക്കെ അവിടെ നിന്ന് പൊക്കിയെടുത്തത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഒരുപാട് നീളം വരുന്നല്ലേ, അപ്പം ഇത്രയും നീളം നമുക്ക് വേണ്ട. അതിനായിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്ലേ ചെയ്ത് ഇത്ര മാത്രം എടുക്കുന്നു. പ്രസ് ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. അതിപ്പോൾ എടുക്കാം. അതിന് മുമ്പായിട്ട് ഈ ഒരു ഓഡിയോയുടെയും വീഡിയോയുടെയും ഇടയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ പതുക്കെ നീക്കാൻ പറ്റും താഴോട്ട്. കണ്ടോ, വീഡിയോയുടെ കുറച്ചുകൂടി സ്പേസ് വന്നിട്ടുണ്ടല്ലേ. എന്നിട്ട് നമ്മൾ ഇവിടെ മൗസ് പോയിന്റ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഈ വീഡിയോ അങ്ങ് ചെറുതാവും. നമുക്ക് ടൈം ലൈൻ കുറച്ചുകൂടി വലുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ പതുക്കെ വലിച്ച് ഇവിടെ കൊണ്ടിടുവാണ്. ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ കുറച്ച് ഈ ഒരു രണ്ടാമത്തെ ഫ്രെയിമിലോട്ട് കയറ്റി അലൈൻ ചെയ്യാം. അലൈൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. കണ്ടല്ലോ, ഇത് വന്നിട്ടാണ് അടുത്ത ആ ഒരു എഫക്റ്റിലോട്ട് ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, നോക്കിക്കോ, കണ്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു എഫക്റ്റ് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ ഒരു വീഡിയോയുടെ മുകളിലോട്ട് ഇത് വന്നിങ്ങനെ വീഴുന്ന രീതിയിൽ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇതിങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന്, നമ്മളിവിടെ നേരത്തെ ചെയ്തല്ലോ, ഒരു കീ ചെയ്തില്ലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ മുകളിൽ വന്നാൽ ഈ ഇൻസ്പെക്ടറിൽ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീ ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള വഴി എന്ന് പറയുന്നത് എഫക്റ്റിൽ വരിക. എഫക്റ്റ് വന്നിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൂം ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സൂമായിട്ട് ഇങ്ങനെ വരും. അതായത് ഈ വലിച്ച് ഇതോട്ട് ഇടുവാണ്. നോക്കിക്കോ, വലിച്ച് ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നോക്കിക്കോ, കണ്ടോ, അങ്ങനെയും വരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ മതി, ആ ഒരു സെലക്ഷൻ പോകും. ഓക്കെ, അല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഒന്നുകൂടെ കുറച്ച് പതുക്കെ പറയാം. ഞാനിത് ചെയ്ത് എപ്പോഴും ചെയ്യുന്നതാണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നതാണ്, സോറി. അപ്പോൾ നമുക്ക് അല്ലാതെ ഇതിൽ എഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗസ് പോയിന്റ് ഇവിടെ കൊണ്ട് വയ്ക്കുക. ഏറ്റവും തുടക്കത്തിൽ കൊണ്ടുവച്ചിട്ട് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ സൂം, പൊസിഷൻ എന്നുള്ള ഓപ്ഷൻസ് കാണാം. ഇതിൽ നമ്മൾ ഈ മുകളിൽ കാണുന്ന കീ സെറ്റ് ചെയ്യുന്ന ഈ ഒരു ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഓറഞ്ച് കളറായി അല്ലേ. ഇനി നമ്മൾ ഇവിടെ ഒരു കീ ഇപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കീ ഉണ്ട്, ഈ ഒരു ഭാഗത്ത് കീ ഉണ്ട്. ആ കീ നമ്മൾ ആ കീയുടെ ഭാഗം വരുമ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇവിടെ വേണ്ട എന്നുള്ളതാണ് നമ്മളിവിടെ തീരുമാനിക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കീ ഇട്ടല്ലോ. ഇനി നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് എപ്പോഴാണ് ഈ ഒരു ക്ലിപ്പ് ഇവിടെ വന്ന് വീഴേണ്ടത് എന്നുള്ളത് കൂടി സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പ്ലേ ആകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഈ ക്ലിപ്പ് വീണാൽ മതി. അതായത് നിങ്ങളുടെ ഈ ഒറിജിനൽ ക്ലിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്രെയിമോ 2 ഫ്രെയിമോ മുന്നിലായിട്ട് ഈ ഒരു ക്ലിപ്പ് വന്ന് പ്ലേസ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫ്രെയിമിലോട്ട് കൊണ്ടുവയ്ക്കുക. ഇവിടെ എത്തുമ്പോൾ ഈ സാധനം ഇവിടെ ഒന്ന് വീണാൽ മതി. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ പോയിന്റ് അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ഇത് സെലക്ട് ചെയ്യുക. കണ്ടല്ലോ, അതിൻ്റെ ഒറിജിനൽ അളവെല്ലാം ഇവിടെ സെറ്റായി. ഒരു കീ കൊടുത്തു. ഇനി നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ട് ഇവിടുത്തെ കീ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ ഇവിടെ കീ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ
ഈ പൊസിഷൻ ഒന്ന് മാറ്റാൻ പോവാണ്. നമുക്കൊരു ഈ സൈഡിലോട്ട് കൊണ്ടുപോവാം. ആദ്യം തന്നെ ഇതിങ്ങനെ നീക്കുന്നു, നീക്കി 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 എന്നിട്ട് ഇത് നീക്കുമ്പോൾ ഈ വൈ നീക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ താഴേന്ന് വരുന്ന കണക്കും ചെയ്യാം കേട്ടോ. ഞാൻ സൈഡിൽ നിന്ന് വരുന്ന കണക്കൊരു എഫക്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളതിനെ സ്ക്രീനിൻ്റെ പുറത്ത് കൊണ്ടുപോയി കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. അത് പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഞാൻ സ്ക്രീനിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് അതിനെ ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കീ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് കീ എന്ന് പറയുന്നത് ഈ സാധനം ഇവിടെ വന്ന് വീഴണം എന്നുള്ള കീയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കീയിൽ എന്താ കിടക്കുന്നത്? ഈ ആള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പടം ഈ സമയമാകുമ്പോൾ ഇവിടെ വന്ന് വീഴണം എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്ന കീയിൽ. ഈ ആദ്യത്തെ കീയിൽ മറഞ്ഞിവിടെ ഇരിക്കാനാണ്. അപ്പം ഈ മറഞ്ഞിരിക്കുന്നതിൽ നിന്നും പതുക്കെ 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 പൊങ്ങി 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 അവരിതേ ഇവിടെ വരും. കണ്ടല്ലോ, ഒറിജിനൽ കീയിലോട്ട് വന്ന് നിൽക്കും. ഇതാണ് സംഭവം. ഇനി നമ്മൾ ഇവിടുന്ന് പ്ലേ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടോ, നോക്കിക്കോളൂ. ഞാൻ ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ സംഭവം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതിങ്ങനെയും ചെയ്യാം. ഇതിൽ പല പല മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന കണക്കാക്കാം. അങ്ങനെ കുറേ എഫക്റ്റുകൾ ചെയ്യാം. ഇനി നമ്മൾ ഇത് എഫക്റ്റ് മാത്രം കൊടുത്താൽ പോരാ, ഈ ഒരു മൂവ്മെൻറ്റിന് ഒരു സൗണ്ട് കൂടി കൊടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ, ഒന്ന് തപ്പിയെടുക്കട്ടെ. ഈ ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടോ, ഇതിനെ വലിച്ചുകൊണ്ട് വന്ന് നമ്മളിവിടെ ഇടുകയാണ്. അതിന് മുമ്പ് ഇത് പൂള് സെലക്ട് ചെയ്യുക. ഈ പൂളിൽ വെച്ചാൽ ഇത് വലിച്ചു കൊണ്ടിടാൻ പറ്റും. എന്നിട്ട് ഒന്നുകൂടി അതെടുക്കുകയാണ്. ഇതാണ് ആ വുഷ് സൗണ്ട് എഫക്റ്റ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യാൻ കേട്ടോ. യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാട് സൗണ്ട്സ് കിട്ടും. അപ്പോൾ ഞാനിതിനെ വലിച്ചിങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു സ്ക്രീനിൽ വിടുവാണ്. ഇത് ഇവിടെ കിടപ്പുണ്ട്. ഇനി നമുക്ക് സൗണ്ട് കൂട്ടിയിട്ട് ഇതിനൊന്ന് പ്ലേ ചെയ്യാം. എൻ്റെ സൗണ്ട് കേട്ടോ. കണ്ടോ, സൗണ്ട് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു എഫക്റ്റാണ് അതിനകത്ത് കിട്ടുന്നത്. അത് നമ്മൾ ഈ ഒരു ക്ലിപ്പ് ഒന്ന് വീഴുന്ന സമയത്ത് അത് ബെറ്റർ ആയിരിക്കും. കണ്ടോ, ഇതിങ്ങനെ വന്ന് ഇവിടെ ഡിസ്പ്ലേയിലോട്ട് വീഴുന്ന സമയത്ത് ആ ഒരു എഫക്റ്റ് കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതെടുക്കുവാണ്. അതെടുക്കാനായിട്ട് ഈ സൗണ്ട് ഒന്ന് കുറച്ചോട്ടെന്നില്ലേ. ഈ സൗണ്ട് നിങ്ങൾ കുറയ്ക്കേണ്ട, ഞാനിത് കുറയ്ക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വോയിസ് മിക്സ് ആയിപ്പോൾ, അതുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ആ മൗസ് പോയിൻ്റ് കൊണ്ട് അവിടെ ആ തുടക്കത്തിൽ വയ്ക്കുക. ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഐ പ്രസ് ചെയ്യുന്നു, അതിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നു, ഓ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ പതുക്കെ വലിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഇവിടെ താഴെ വീഡിയോയിൽ ഇവിടെ ഇടുന്നു. നമ്മളിതൊന്ന് കുറച്ച് മുകളിലോട്ട് വയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഇടാം. ഇവിടെ വരാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഓൺ ആക്കുന്നു. എന്നിട്ട് ഒന്നുകൂടി വലിച്ചുകൊണ്ട് വരാം. വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ താഴെ, ഇതിൻ്റെ താഴെ വേണം ഇത് പ്ലേസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കട്ടായി പോവും. താഴെ രണ്ടാമതായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇട്ടു. എന്നിട്ട് ഞാൻ ഇതിനെ ഒന്ന് ചെറുതാക്കുകയാണ്. ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് മൗസ് സ്ക്രോൾ ചെയ്താൽ ഈ ഒരു സാധനം തംബ്നെയിൽ ചെറുതായിക്കോളും കേട്ടോ. അതിവിടെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു നോക്കാം. എന്നിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. ഈ ഒരു എഫക്റ്റ് കേട്ടോ, ഈ ഒരു സൗണ്ട് എഫക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ച്. വലിയ കുഴപ്പമില്ല, കറക്റ്റാണ്. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനായിട്ട് ഈ ഓഡിയോയുടെ സൗണ്ട് കൂട്ടാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഇൻസ്പെക്ടറിൽ ഓഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ ഇങ്ങനെയും കൂട്ടാം. ഇത് പിടിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. കൂട്ടുന്ന സമയത്ത് ഇവിടുത്തെ ഇത് ഈ ഒരു ബാർ ഇങ്ങനെ വലുതായി വരുന്ന കാണാം. അങ്ങനെയും കൂട്ടാം. അല്ലെങ്കിൽ മൗസ് പോയിന്റ് ഇവിടെ കൊണ്ടുവച്ചാൽ ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ പിടിച്ച് ഇങ്ങനെ പൊക്കാം. ഇങ്ങനെയും ചെയ്യാം. രണ്ട് രീതിയുണ്ട് കേട്ടോ. ഇത് കുറച്ചൊരു എളുപ്പമാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഈ സൗണ്ട് കൂടിയും കുറഞ്ഞും പോകുന്ന എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കീ ചെയ്യണം. ഞാൻ നേരത്തെ ഇപ്പോൾ ഇതിന് ചെയ്തില്ല. അതുപോലെ ഇവിടെ ആദ്യം ഒരു സൗണ്ട് സെറ്റ് ചെയ്തിട്ട് ഒരു കീ ചെയ്തിട്ട് പിന്നെ ഒരു സൗണ്ട് ചെയ്ത് കീ ചെയ്താൽ കുറഞ്ഞും കൂടിയൊക്കെ വരുന്ന എഫക്റ്റൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ ഇനി നോക്കാം. ഇനിയിപ്പോൾ അത് ചെയ്യും. അപ്പം നമുക്ക് പഠിക്കാം. അത് ഇനി നമുക്കൊന്നുകൂടെ പ്ലേ ചെയ്യാം.
കണ്ടോ? ഇനി നമ്മൾ ഇവിടെ ഈ അടിയിലത്തെ ക്ലിപ്പ് ഇവിടെ മാറിപ്പോകും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ നേരത്തെ ഒരു അബദ്ധം കാണിച്ചു. ഈ ഒരു ക്ലിപ്പ് ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്തു. ഈ ഒരു ക്ലിപ്പിൻ്റെ ആദ്യത്തെ ഫ്രെയിമിലോട്ട് അതിനൊന്ന് കയറ്റി നിർത്തുക. കണ്ടോ? ഇങ്ങനെ ഒന്ന് കയറ്റി നിർത്തണം. ഇതിലോട്ടൊന്ന് കയറ്റി നിർത്തുക. ഓക്കെ, എന്നിട്ട് നിങ്ങളൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഒത്തുകൂടി ബെറ്ററായി. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടല്ലേ നിങ്ങൾ, ഇങ്ങനെ ഇത് വരുന്ന ഈ എഫക്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ പല റീൽസിലും നമ്മൾ ചിലപ്പോൾ വല്ല പോസ്റ്റൊക്കെ വന്ന് ഇങ്ങനെ വന്ന് പടക്കന വന്ന് വീണിട്ട് വീഴുന്ന എഫക്റ്റൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് കുറച്ച് പുകയും തീയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പല എഫക്റ്റിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട്. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു എഫക്റ്റ് ഇട്ടത്. ഇവിടെ ഇങ്ങനെ ഒരു എഫക്റ്റ് ഇടേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തില്ലേ, ഈ ഒരു എഫക്റ്റ് കൊടുത്താൽ മതി. കാരണം മ്യൂസിക്കും സിറ്റുവേഷനും അതിനാണ് അനുയോജ്യമായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു എഫക്റ്റ് ഇടാൻ പഠിക്കാൻ വേണ്ടിയാണ് ഞാനൊരു എഫക്റ്റ് അവിടെ ഇട്ടത് കേട്ടോ. അത് നിങ്ങൾ അതൊന്നും വലിയ സംഭവമായിട്ട് എടുക്കരുത്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എഫക്റ്റിൽ ഇതിലേതെങ്കിലും ഒരു എഫക്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്രോസ് ഡിസോൾവോ അല്ലെങ്കിൽ ഡിപ് ടു ബ്ലാക്ക് അത് കൊടുക്കാം. അതായത് ഡിപ് ടു കളർ ഡിസോൾവിൽ വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വിട്ടാൽ മതി. അതിനെ കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വെക്കട്ടെ. ഇവിടെ ഞെക്കി ഇങ്ങനെ വലുതാക്കുന്നു. ഇനി ഞാൻ മ്യൂസിക്കിൻ്റെ കീ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതിവിടെയാണ് ആഡ് ചെയ്യാൻ വന്നത്. ഇതിപ്പം ഈ ഒരു വീഡിയോ തീരാൻ പോവുകയാണ്. തീരാൻ പോകുന്ന സമയത്ത് ഈ ഒരു വീഡിയോയും കൂടി നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് അങ്ങ് അവസാനിക്കുന്ന രീതിയിൽ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു സ്ലോ മോഷൻ ആക്കിയ ഒരു സ്പീഡ് ചേഞ്ചിൻ്റെ ഒരു ബാർ ഇവിടെ കിടക്കും. അതങ്ങ് ഇവിടെ ഇൻഡ്യൂ ചെയ്തങ്ങ് കളയുക. കളഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഒരു ഡോട്ട് ഇവിടെ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഫക്റ്റ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും തോറും ഇരുട്ടായി വരും. എന്നിട്ടൊന്നൊരു പ്ലേ ചെയ്ത് നോക്കുക. അത് കണക്ക് മ്യൂസിക്കും കൂടി പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മ്യൂസിക് അവസാനിച്ചാൽ മതി. കുറച്ചുകൂടി ഇങ്ങനെ അങ്ങ് അവസാനിക്കട്ടെ. അപ്പം നമ്മൾ മ്യൂസിക് അവസാനിപ്പിക്കാനായിട്ട് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അത് എവിടെ നിന്നാണോ ഫെയ്ഡായി പോവേണ്ടത്, അതായത് മ്യൂസിക്കിൻ്റെ സ്പീഡ് എവിടെ നിന്ന് കുറഞ്ഞു പോകണമോ അതിൻ്റെ തൊട്ട് കുറച്ച് മുന്നോട്ട് നമ്മൾ മൗസ് ഒന്ന് സെറ്റ് ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ മ്യൂസിക്കിന് താന്നു പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് എവിടെ നിന്നാണോ താന്നു പോവേണ്ടത് അവിടെ കൊണ്ട് മൗസ് പോയിന്റ് വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ ഈ ഒരു ഇൻസ്പെക്ടറിൽ വന്നിട്ട് ഇവിടെ ഓഡിയോയിൽ ഇവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യുന്നൊരു സംഭവം ഉണ്ട്. അതിൽ ഈ ഒരു ഓഡിയോയുടെ വോളിയത്തിൻ്റെ നേരെയുള്ള ഈ ഒരു കീയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കീ വീണിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ ചേഞ്ച് ഒന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവരിക. ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവച്ചിട്ട് നമ്മൾ അവിടെ ഒരു കീ കൊടുക്കുകയാണ്. അവിടെ ഒരു കീ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു വോളിയത്തിൻ്റെ സൗണ്ട് കുറയ്ക്കുകയാണ്. കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ആ ഒരു ബാറ് ചെറുതായി ആ ഒരു വേരിയേഷൻ കണ്ടോ. ഈ ഒരു സാധനം ചെറുതായി അങ്ങോട്ട് പോകണം. ഇവിടെ വലുതിൽ നിന്നും ചെറുതിലോട്ട് കണക്ക് പോകുന്നുണ്ടോ. അപ്പം നമ്മൾ ഇവിടെ നല്ല രീതിയിൽ ലാസ്റ്റ് ഒന്ന് കട്ട് ചെയ്തങ്ങ് നിർത്തുകയാണ്. നോക്കാം ഇതെങ്ങനെ തീരുന്നുണ്ടെന്ന്. ഓക്കെ, അവിടെ തീർന്നു. സംഭവം കൊള്ളാലോ. ഇങ്ങനെയാണ് ആ ഒരു എഫക്റ്റും ചെയ്യേണ്ടത്. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചല്ലേ. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ലാസ്റ്റാണ് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ടൈറ്റിലിൽ വന്നു കഴിഞ്ഞാൽ
നമുക്ക് ആദ്യം ഈ മ്യൂസിക് ഒന്ന് ഓഫ് ചെയ്യാം. അറിയാതെ പ്ലേ ആയാലേ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ കേൾക്കാൻ പറ്റില്ല. അതുമാത്രമല്ല ഈ എഫക്റ്റൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റിൽ കാണും. അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ എഫക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ടൈറ്റിൽസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഇത് ഇവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കിടിലാക്കി എടുത്തതിന് ശേഷം അതിന് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് പല എഫക്റ്റിലോട്ട് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അതും പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കുറേ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യാം. ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈറ്റിൽ എന്താണെന്നൊന്ന് കണ്ടുപിടിക്കുക. ഇത് ഇങ്ങനെയുള്ളതുണ്ട്. അതായത് സെൻറ്ററിൽ നിന്നും രണ്ട് സൈഡിലോട്ട് ഓപ്പണായി വരുന്ന എഫക്റ്റ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിലെഴുതി കാണിക്കുന്നതുണ്ട്. പല രീതിയിൽ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. ഞാൻ കൂടുതലായിട്ടും വെഡ്ഡിങ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഈ ഒരു സാധനമാണ്. കണ്ടോ, ഈ ഒരു എഫക്റ്റാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം അതൊക്കെ ഇങ്ങ് പൊങ്ങി വരും ഈ സാധനം. അതേ കണക്ക് ഫെയ്ഡായി അങ്ങ് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ പതുക്കെ ഇങ്ങനെ വലിച്ച് ഇവിടെ കൊണ്ടിടുകയാണ്. വലിച്ചുകൊണ്ടൊന്ന് ഇവിടെ ഇട്ടു. എന്നിട്ട് ഈ ഒരു ക്ലിപ്പിൻ്റെ മണ്ടയിലോട്ട് കയറ്റി വെക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിങ്ങനെ കണ്ടോ, അതിങ്ങനെ ഫെയ്ഡ് ആവുന്നതനുസരിച്ച് ഇതിങ്ങനെ കയറി വരും. അപ്പോൾ കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കാം. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ പോകുന്നു. കുറച്ചുകൂടി ഒന്ന് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ പതുക്കെ അങ്ങ് പൊക്കോളും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സാമ്പിൾ ടെക്സ്റ്റ് എന്ന് കണ്ടോ, ഇതാണ് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ടെക്സ്റ്റ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എന്ത് കൊടുക്കുന്നോ അത് അതിനനുസരിച്ച് ഇവിടെ വന്നോളും. ഞാനിവിടെ ന്യൂ ലൈഫ് എന്ന് മാത്രം വെറുതെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ചിങ്ങനെ വിട്ടിരിക്കുന്നല്ലേ. ഒരുപാട് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഇങ്ങനെ വിട്ടിരിക്കുന്ന കണക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ടോ. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ടെക്സ്റ്റ് ഇവിടെ ഒരുപാടുണ്ട്, അതേതെങ്കിലും എടുക്കാം. ഇതിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി താഴോട്ട് വരുമ്പോൾ ഇവിടെ ഫോണ്ട് കാണാം. ഫോണ്ട് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇതിങ്ങനെ ഓരോ ഫോണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ ഇത് ഒന്ന് സെലക്ട് ചെയ്തു. ഇതിവിടെ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഫോണ്ട് അങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന കുറേ പരിപാടികൾ ഇവിടെ ഉണ്ട്. അത് നോക്കുക. ഇവിടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ. കണ്ടോ, ഇവിടെ ഇങ്ങനെ വലിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എത്ര വേണമെന്ന്. ഞാൻ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്നിട്ട് ലൈൻ സ്പേസിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒരു ടെക്സ്റ്റ് കൂടെ ഉണ്ട്. അത് എൻ്റർ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ 2 ലൈനായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈൻ സ്പേസിങ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ മാറും. കണ്ടോ, ഇതിൻ്റെ സ്പേസാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതാണ് ലൈൻ സ്പേസിങ്. അതല്ലാതെ ആങ്കർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ പിടിച്ച് നീക്കിയാൽ ഇത് ബോട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പിലും ബോട്ടത്തിലും ഇങ്ങനെ ഓടിക്കളിക്കും. പൊസിഷൻ മാറ്റാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതിൽ മാറ്റാം. പിന്നെ ഉള്ളത് ഈ ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ സൈഡിൽ. അത് മാറാനായിട്ട് ഈ ട്രാക്കിംഗ് എന്നുള്ളതിൽ ഇങ്ങനെ മാറ്റിയാൽ മതി. അതിൻ്റെ ഗ്യാപ്പ് കൂടുകയും കുറയുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഏതിൽ ചെയ്താലും ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അതും ഞാൻ കുറച്ച് വെച്ചു. ഇത്രയേ ഉള്ളൂ. ഇതിൽ പിന്നെ നോക്കാനില്ല. പിന്നെ ഇതിൻ്റെ പൊസിഷനിങ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഒക്കെ എന്താക്കിയൊക്കെ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഞാൻ ഡിഫോൾട്ടായിട്ടിടാം. ഇത്രയേ ഉള്ളൂ. അപ്പം ടെക്സ്റ്റ് മനസ്സിലായല്ലോ. ഇത് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ടതൊന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങൾ പതുക്കെ ചെയ്തു നോക്കാം കേട്ടോ. ഇങ്ങനെയാണോ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കളർ ഗ്രേഡിങ്. അത് സിമ്പിളായിട്ടുള്ള കളർ ഗ്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര മാരകമായിട്ടൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. കാരണം അതിൻ്റെ വേറൊരു കിടിലൻ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. ഇവിടെ കളർ എന്നുള്ള പാനലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എല്ലാ ക്ലിപ്പുകളും ഇവിടെ ഇങ്ങനെ നിരത്തി കൊടുത്തേക്കും. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം ഈ ഒരു റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു സംഭവം ഇങ്ങനെ 2 നൂലൊക്കെ കെട്ടി കണക്ക് ഇങ്ങനെ ഒരു സംഭവം ഇരിക്കുന്നത് കാണാം. ഇതിനെപ്പറ്റി കുറച്ചെങ്കിലും അറിയാമെന്നുള്ളവർക്ക് ഇതറിയാം. ഇതൊരു നോഡാണ്. ഈ നോഡ് ഒന്നും കളറൊന്നും ചെയ്യാത്ത ഫ്രഷ് നോഡാണ്. ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കളർ ചെയ്യാം. നിങ്ങൾ ഇവിടെ ചെയ്യുന്ന കളറുകളെല്ലാം
ഇവിടെയാണ് എഫക്റ്റ് ആവാൻ പോകുന്നത്. ഇതിലാണ് എഫക്റ്റ് ആവാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഓരോ ലെയറായിട്ട് ആഡ് ചെയ്ത് നമ്മൾ ചെയ്യില്ലേ, ആ ഒരു സംഭവം തന്നെയാണ്. ഒരു ലെയർ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇതിന് നമ്മൾ ഈ ഒറിജിനൽ ക്ലിപ്പിൽ ഒരു പ്രശ്നം വരാതെ വേറൊരു ലെയറിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നത് തന്നെയാണ്. ഈ ഒരു നോഡ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു ലെയർ എന്ന് വിചാരിക്കുക. ഈ ഒരു ലെയറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് നോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ആഡ് സീരിയൽ എന്നുള്ള ഇത് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആൾട്ട് എസ് പ്രസ് ചെയ്താലും മതി. ഞാൻ കാണിച്ചു തരാം. ആൾട്ട് എസ് പ്രസ് ചെയ്താൽ ഒരു രണ്ടാമതൊന്നും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ പിടിച്ച് വെക്കുകയാണ്. അതായത് ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ത് മാറ്റം വരുത്തിയാലും നമ്മൾ ഈ ഒരു ഇതിലും കാണാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതിങ്ങനെ ഇട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫേസിൻ്റെ കളർ മാത്രം ഈ ഒരു സംഭവത്തിൽ മാറ്റാം. എന്നിട്ട് അതിൻ്റെ പേര് ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. ഈ 01 02 എന്നൊക്കെ എഴുതിക്കണുണ്ടോ, സോറി 01 02 എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേര് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ഇത് ഫേസിൻ്റെ കളർ മാറ്റാൻ വേണ്ടി മാത്രമുള്ള നോഡാക്കാം. ഇത് നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഹൈലൈറ്റ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോഡാക്കാം. അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നോഡ് ചെയ്യുന്നത്. അല്ല സിമ്പിളായിട്ടൊരു ഫിൽറ്റർ ഇട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ലട്സുകൾ കിടപ്പുണ്ട്. ഈ ലട്സ് ഇട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൽ തന്നെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇതിലും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ലട്സ് ഇടുന്നില്ല. ഈ ലട്സ് ഇടുന്നതിനെ പറ്റിയും ഇതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം, അപ്പോഴും പറയാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോഡ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു കുറച്ച് ടെമ്പറേച്ചർ കൂട്ടണം. അതായത് ഇപ്പോൾ ബ്ലൂ ആണെന്ന് വിചാരിക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ വന്ന് ഈ താഴത്തെ പാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കാണുന്നുണ്ടോ, ഈ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈമറീസിൽ ഇവിടെയാണ് മിക്ക സാധനങ്ങളും കിടക്കുന്നത്. ടെമ്പറേച്ചർ, ടിൻറ്റ് കിടപ്പുണ്ട്, കോൺട്രാസ്റ്റ് കിടപ്പുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളിവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കളർ ബൂസ്റ്റ് ഉണ്ട്, ഷാഡോ ഉണ്ട്, ഹൈലൈറ്റ് ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്, ഹ്യൂ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇവിടെ ടെമ്പറേച്ചർ, ഇപ്പം ഇതൊരു ബ്ലൂയിഷ് ആയിട്ട് കിടക്കുവാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ നീക്കുന്നതോറും കണ്ടോ ടെമ്പറേച്ചർ കൂടി പറഞ്ഞാൽ കണ്ടോ, ടെമ്പറേച്ചർ ഇങ്ങനെ കൂട്ടാം. മനസ്സിലായല്ലോ? ഇനി ഹൈലൈറ്റ് കട്ട് ചെയ്യാനാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ, ഹൈലൈറ്റ് കട്ടാവുന്നുണ്ടോ? ഇനി ഷാഡോ കൂട്ടണം. അപ്പം ഷാഡോ കുറയ്ക്കാനോ കൂട്ടാനോ ഇവിടെ നിന്ന് ചെയ്യാം. കണ്ടല്ലോ? അപ്പം ഇങ്ങനെ ഇതിനകത്ത് കുറേ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടും കുറേ സാധനങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഗ്രേഡിങ് ഒരുപാട് ഞാൻ ചെയ്യില്ല, അതിന് നമുക്ക് പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം, അതാണ് ബെറ്റർ. രണ്ടാമത്തെ ക്ലിപ്പ് ഒന്ന് സെലക്ട് ചെയ്യാം. ഈ രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ഒരു ബ്ലൂയിഷ് ആണല്ലേ. ഇതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റിയൊരു ക്ലിപ്പ് കേട്ടോ. അതിനാണ് ഇത് ഞാൻ എടുത്തതും. ഇനി ടെമ്പറേച്ചർ ഒന്ന് നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്, കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ടിൻറ്റ് നമുക്ക് ശകലം ഒന്ന് ഇട്ട് നോക്കാം. ഒരു ചെറിയൊരു ലൈറ്റായിട്ടൊരു മജന്ത കണക്ക് ഒരു ശകലം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഇത് ഇവിടെ ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്ത കളറും ചെയ്യാത്ത കളറും ഒറിജിനലും അതായത് ഇപ്പം ചെയ്തതും മനസ്സിലാവും. എന്നിട്ട് ഇവിടെ ഷാഡോ ഉണ്ട്. ഈ ഷാഡോ ഒന്നിങ്ങനെ വലുതോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഷാഡോ കട്ടായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് കുറച്ചുകൂടി ഞാൻ സൂം ചെയ്ത് വയ്ക്കാം. ഇത് സൂം ചെയ്യാൻ എളുപ്പമാണ്. മൗസ് ഇവിടെ കൊണ്ടുവച്ച് സ്ക്രോൾ ചെയ്താൽ മതി കേട്ടോ. ദേ ഇങ്ങനെ ഇരുന്നാണ് നമ്മളതിനെ കുറച്ചുകൂടി ഷാഡോ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഹൈലൈറ്റ് ശകലം ഒന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, ഇത്രയും ചെയ്തു നമ്മൾ. ഇപ്പോൾ ഞാൻ പഴയതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഞെക്കിയാൽ മതി ഓഫ് ആവാൻ. കണ്ടോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മൾ ആ ക്ലിപ്പിനെ ഇങ്ങനെ ആക്കി. ഗ്രേഡിങ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമുക്ക് സ്കിൻ ടോൺ മാറ്റുന്നതെന്ന് ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ട് സ്കിൻ ടോൺ മാറ്റിങ് കൂടെ കാണിച്ചു തരാം. ഈ സ്കിൻ ടോൺ മാത്രം എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിലിപ്പോൾ ഒരു മഞ്ഞയായിട്ടുള്ള സ്കിൻ ടോണാണ്, ഒരു ഓറഞ്ച് മഞ്ഞയുടെ കലർന്ന ഒരു സ്കിൻ ടോണാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കാണുമ്പോൾ അറിയാം. ഈ സ്കിൻ ടോൺ എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. ആ ക്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ കാണുന്ന രണ്ടാമത്തെ ഇത് കണ്ടോ, കളർ സ്ലൈസ് എന്നും പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഈ കളർ സ്ലൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലിവിടെ സ്കിൻ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഇതാണ് ഓറഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ഇതിൽ ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് കൂട്ടുന്നതും കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ആദ്യം കാണുന്ന ഈ ഒരു ബാർ കണ്ടോ, ഇത് പിടിച്ച് താഴോട്ട് ഇങ്ങനെ ആക്കി നോക്കിയേ.
താഴോട്ടാക്കും തോറും ലൈറ്റ് കൂടി വരുന്നതും മുകളിലോട്ടാക്കും തോറും ഇതിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഡാർക്കാണ് കൊടുത്തിരിക്കുന്നത്, സ്കിൻ ടോൺ ഡാർക്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഓറഞ്ച് ആയിട്ടുള്ള സ്കിൻ ടോണാണ് ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്കിൻ ടോണിൻ്റെ കളർ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അതും മാറും, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പം കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഒരു സംഭവം. ലൈറ്റ് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ആദ്യത്തെ ബാറ്. രണ്ടാമത്തേതിൽ നോക്കിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. സാച്ചുറേഷൻ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. അപ്പം നമ്മുടെ ഇമേജ് വീഡിയോ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇരുന്നത്, അതിനെ നമ്മൾ താഴോട്ട് പതുക്കെ ഇങ്ങനെ ആക്കുകയാണ്. അപ്പോൾ സ്കിൻ ടോൺ കണ്ടോ മാറി വരുന്നത് കണ്ടോ? സ്കിൻ ടോൺ ശകലം ഒന്ന് ഞാൻ കട്ട് ചെയ്തു, എന്നിട്ട് ഇച്ചിരി ഒന്ന് ശകലം ഒന്ന് ഡാർക്കാക്കി. ഓക്കെ, ഇത്രയേ ചെയ്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആഫ്റ്റർ ബിഫോർ നോക്കാം. ഇത് ഇവിടെ കൊണ്ടുവന്ന് ഞെക്കിയാൽ മതി. ഇത് ഇങ്ങനെ ഇരുന്ന സ്കിൻ ടോണാണ്. കുറച്ചുകൂടെ വേണമെങ്കിൽ സൂം ചെയ്യാം. നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കി, കണ്ടല്ലോ. സ്കിൻ ടോൺ മാറ്റുന്നതും നമ്മളൊന്ന് ഓടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു വീഡിയോ ആയിട്ട്, കളർ ഗ്രേഡിങ്ങിന് മാത്രമായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരാം. ഇവിടെ ലഡ്സ് ഇടുന്നത്, അതായത് ഫിൽറ്ററിൽ ഇടുന്നത്, ലഡ്സ് ഇടുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നിട്ട് നമ്മളിനി നമ്മുടെ എഡിറ്റിംഗ് ടാബിലോട്ട് പോവുകയാണ്. നമ്മൾ ഇത് രണ്ടുമേ കളർ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് രണ്ടുമേ കളർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇവിടെയും വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഈ ഒരു കളർ ചെയ്താൽ മതി. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. ഒന്നുകൂടി കളർ പേജിലോട്ട് പോയിട്ട് നമ്മൾ ഇതും ഇത്തിരി ഇരുട്ടുള്ളൊരു ക്ലിപ്പാണ് അല്ലേ. സൂം ഔട്ട് ചെയ്യാം. കണ്ടോ, ഇത് ഒത്തിരി ഇരുട്ടുള്ള ക്ലിപ്പാണ്. അതുപോലെ ഇരുട്ടുള്ളതായിരുന്നു ഈ ഒരു ക്ലിപ്പ്. ഇവിടെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഇങ്ങനെ ഇരുന്നാണ് നമ്മളിങ്ങനെ ആക്കിയത്. അപ്പോൾ ഈ ഒരു കളർ എങ്ങനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യാം എന്നുള്ളത് സിമ്പിളായിട്ട് ചെയ്യാം. ഏത് ക്ലിപ്പാണോ കളർ ചെയ്യേണ്ടത് അത് ഞെക്കിന് ശേഷം കളർ ചെയ്ത ക്ലിപ്പിൽ നമ്മുടെ മൗസ് പോയിന്റ് കൊണ്ടുവച്ചിട്ട് നമ്മുടെ മൗസിൽ സ്ക്രോൾ ചെയ്യുന്ന വീലില്ലേ അതൊന്ന് ഞെക്കുക. അത് സ്ക്രോൾ ചെയ്യരുത്, താഴോട്ട് ഞെക്കുക. അത് ഞെക്കുമ്പോൾ ആ ഒരു കളറ് ഇവിടെ അപ്ലൈ ആവും. കണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നാണ് നമ്മളിവിടെ കളർ ചെയ്തു. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്ത പരിപാടിയല്ലേ നമ്മളിത്. കണ്ടോ എങ്ങനെ ഇരുന്നതാ? കണ്ടല്ലോ, ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്നത്. അതും ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഫ്രീ വെർഷനിലാണ്. അതാണ് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഫ്രീ വെർഷനിലാണ് നമ്മൾ ഇത്രയും സെറ്റപ്പ് ചെയ്തത്. ഇനി ഇവിടെ എന്തെങ്കിലും ഞാൻ ചെയ്ത് പറയേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുവിധം എല്ലാം ഒന്ന് ഓടിച്ചു. ബാക്കി ഒരുപാടുണ്ട്. ഇവിടെ ഈ ഫ്യൂഷൻ പേജൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഞാനും എക്സ്ട്രീം ഒന്നും ആയിട്ടില്ല. ഞാനും അതിൻ്റെ ബേസിക്കലി നിൽക്കുന്നേ ഉള്ളൂ. ഞാനത് അധികം അങ്ങനെ ഉപയോഗിക്കാത്തൊരു പേജാണ് ഈ ഒരു ഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു പേജ്. പിന്നെ ഉപയോഗിക്കുന്നത് ഈ ഫെയർലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു അത് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓഡിയോ വിട്ടുപോയില്ല, ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതൊന്നും ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞേണ്ട കാര്യമില്ല. അത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കളർ ഗ്രേഡ് ചെയ്ത് ഒരു വെഡിങ് വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം ഇവിടെ വലുതായിട്ട് പണികളില്ല. ഞാനൊരു സിമ്പിളായിട്ട് ഇത് ഓടിച്ച് പറഞ്ഞതാണ്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അതൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനത് സ്പീഡാണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തടുത്ത വീഡിയോയിൽ നമുക്കത് ബെറ്റർ ആക്കാം. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരേണ്ട വേറെ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് കുറേ ഉണ്ട്. നമുക്കത് ഇനി വേണമെങ്കിൽ ഓരോരോ എഡിറ്റിങ്ങിൽ അല്ലെങ്കിൽ ഞാൻ ഇനി റീലായിട്ട് കുറച്ച് ഇതിൻ്റെ സാധനങ്ങൾ പറഞ്ഞുതരാം. ഈ സ്റ്റെബിലൈസേഷൻ കണ്ടോ, ഈ ഒരു സ്ക്രീനിൽ ഇൻസ്പെക്ടറിൽ വീഡിയോയിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളിത് ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റെബിലൈസ് അങ്ങ് ഞെക്കി കൊടുത്താൽ കുറച്ച് സെക്കൻഡ് കൊണ്ട് കുറച്ച് സെക്കൻഡ് കൊണ്ട് ഈ വീഡിയോ അങ്ങ് സ്റ്റെബിലൈസ് ആവും. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, അത് സ്റ്റെബിലൈസ് ചെയ്യേണ്ട കാര്യമില്ല.
അല്ലാതെ ചില സമയത്ത് നമ്മൾ ഈ സ്റ്റെബിലൈസേഷൻ ഇട്ടാലും ഒരുപാട് നമ്മുടെ കൈ കൊണ്ട് അനങ്ങിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെയ്താലും ചെറിയ ചെറിയ വെട്ടലും ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒലയും കണക്കൊക്കെ തോന്നും. അങ്ങനെ തോന്നുന്ന സന്ദർഭത്തിൽ വേറൊരു പരിപാടിയുണ്ട്. അതിന് നമുക്ക് ഈ ഫ്യൂഷൻ പേജ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഫ്യൂഷൻ പേജിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു കിട്ടില്ല മാർഗമുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഏത് മോശപ്പെട്ട ഫുട്ടേജിനെയും നമുക്ക് നല്ല സ്റ്റെബിലൈസ് ആക്കി എടുക്കാം. അതിനൊരു വഴിയുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന, അതായത് ഡെലിവറി ചെയ്യുന്ന ഭാഗം നമ്മൾ പഴയ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ പാർട്ട് 1 നമ്മൾ ഓടിച്ചൊന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അതിൽ കണ്ട് പഠിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇവിടെ ഡെലിവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള വർക്കിൻ്റെ ഇന്നും ഔട്ടും ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യാത്തതാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡാവിഞ്ചി സെലക്ട് ചെയ്തതാണ്. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വെറുതെ നിങ്ങളിവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇത് സെലക്ട് ആവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് എവിടെ നിന്നാണോ തുടങ്ങുന്നത്, ഇപ്പം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇൻ സെലക്ട് ചെയ്യേണ്ട, താഴെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഏറ്റവും അവസാനം കൊണ്ടുവച്ചിട്ട് ഔട്ട് മാത്രം നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടം വരെയാണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതുവരെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡെലിവർ പേജിലോട്ട് വരിക. പേജിൽ വന്നാലും ഈ സൈഡിലാണ് പരിപാടി മൊത്തം. ഇനി നിങ്ങൾ ഈ ഒരു മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്കിത് ഏതിലിടേണ്ട വീഡിയോ ആണ്, യൂട്യൂബിലിടാനാണോ ഏതിലിടേണ്ടതാണോ അതിനനുസരിച്ചുള്ള സെറ്റിങ്സിൽ ഇത് നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിലാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സെറ്റിങ്സ് എല്ലാം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ സെറ്റ് ചെയ്തോളും. ഇനി ഇവിടെ ഫയൽ നെയിം കൊടുത്ത് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ ഇവിടെ MP4 ആക്കുക. MP4 ആക്കിയിട്ട് ഇവിടെ കോഡിൽ H.264 എന്നുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ പ്രീസെറ്റിൻ്റെ അവിടെ ബാലൻസ്ഡ് എന്നുള്ളത് ക്വാളിറ്റി ആക്കുക. ക്വാളിറ്റി ആക്കി ഇവിടെയും ക്വാളിറ്റി തന്നെ ബെസ്റ്റ് ഇങ്ങനെയും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇടാനാണെങ്കിൽ ഇവിടെ ക്വാളിറ്റിയിൽ ഞെക്കിയിട്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് ബിഡ് റേറ്റ് എന്നുള്ള ഈ സാധനത്തിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ഞെക്കിയിട്ട് താഴെ അപ്പോൾ ഇവിടെ ബിഡ് റേറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അതിലിവിടെ 80,000 ഒന്ന് കിടക്കും. അത് വേണ്ട, അവിടെ 15,000 20,000 ആക്കിയിട്ട് ഈ ആഡ് ക്യൂ എന്നുള്ള ഈ ഒരു സംഭവം ഞെക്കുക. അതായത് ഇവിടെ നമുക്കൊരു 20,000 ആക്കാം. 20,000 ആക്കിയിട്ട് ആഡ് ടു റെൻഡർ ക്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോറി, നമ്മളിവിടെ പാത്ത് സെലക്ട് ചെയ്യില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളോട് ഓൾറെഡി ഇവിടെ ഒരു ബ്രൗസ് ചെയ്ത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതിങ്ങനെ പോപ്പപ്പായി വന്നത്. ഞാനിവിടെ ഡെസ്ക് ടോപ്പ് അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് കൊടുക്കുന്നു. ഇവിടെ പേര് എന്തെങ്കിലും ഒരു പേരും കൊടുത്തിട്ട് അത് നിങ്ങളുടെ വർക്കിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് ആഡ് ടു റെൻഡർ ക്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സാധനം വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരുപാട് ക്യൂ ഉണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി റെൻഡർ ആളെന്നുള്ള ഈ സാധനം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ തന്നെ റെൻഡർ ആവും. ഈ വീഡിയോ എനിക്ക് റെൻഡർ ആയത് വെറും 18 സെക്കൻഡ് കൊണ്ടാണ്. സാധനം ചെറിയൊരു വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ 18 സെക്കൻഡ് എടുത്തു. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഗ്രാഫിക്സ് കാർഡ് വളരെ മോശം ഗ്രാഫിക്സ് കാർഡാണ്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് അത്രയും പോരാ എന്നുള്ള കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം എടുക്കും ഇതിന്. നല്ല ഗ്രാഫിക്സ് കാർഡാണെങ്കിൽ ഷൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകും. എൻ്റെ ഇരിക്കുന്നത് 3050 എന്ന് പറയുന്ന RTX 3050 ആണ്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണെങ്കിൽ ഇത്രയും സമയം പോലും എടുക്കില്ല. നമ്മൾ ഞെക്കുന്ന ടൈം തന്നെ അത് എക്സ്പോർട്ടായി കിട്ടും കേട്ടോ, ചെറിയ വീഡിയോ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ കാണും, കാരണം ഞാൻ ചില സ്ഥലത്തൊക്കെ സ്പീഡിന് പോയതായിട്ട് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാം, ഞാൻ മാക്സിമം റിപ്ലൈ തരാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഇതിൻ്റെ പാർട്ട് 4 വരുന്നുണ്ട്. അത് നമുക്ക് കളർ ഗ്രേഡിംഗ് ആണോ അല്ലെങ്കിൽ ഫ്യൂഷൻ പേജിൽ സ്റ്റെബിലൈസേഷൻ ആണോ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യൽ വരുന്നത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആരും ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടാറ്റ.